I'm Dr. Mohammed Salim, Senior Consultant Urologist at Baby Memorial Hospital, Kannur. Kidney stone വളരെ കോമൺ ഡിസീസാണ്. മെയിൻ റീസൺ ഫോർ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ളൊരു ഡിസീസാണിത്. ഓവർ ദാറ്റ് യു ഈറ്റ് ഓൾ കൈൻഡ് ഓഫ് ജങ്ക് ഫുഡ്സ് ആൻഡ് ഇഫ് യു ഡോണ്ട് ഹൈഡ്രേറ്റ്, വെള്ളം കുടിക്കുന്നത് കുറവാന്ന് കൊണ്ടിട്ടാണ് ഡയറ്റ് ആൻഡ് വാട്ടർ ഇൻടേക്ക് വേരിയേഷൻ അതുകൊണ്ടിട്ടാണ് ഈ സ്റ്റോൺസ് ഉണ്ടാകുന്നത്. സിംറ്റംസ് റീസൺ മെയിൻലി ഇപ്പോൾ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിന് ഒരു റീസൺ എന്ന് പറയാൻ പറ്റില്ല. മെയിൻലി വി സേ ഇറ്റ്സ് എ ഡയറ്ററി imbalance and a decrease in water intake. There are a lot of other causes, congenital causes are there. Infection ഉണ്ടായിട്ട് കിഡ്നി ബ്ലോക്ക് ആണെന്ന് കൊണ്ടിട്ട് ലോങ് ടേമിൽ സ്റ്റോൺസ് ഉണ്ടാവാം. കഞ്ചനൽ there are a lot of variations in metabolic disturbance, it can be stones. And diet ആണ് മെയിൻ. വേരിയസ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ഉണ്ട്. ഡയറ്റിലാണ് മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഡീഹൈഡ്രേഷൻ, ഡിക്രീസ് വാട്ടർ ഇൻടേക്ക് ആൻഡ് വെൻ യു കൺസ്യൂം ലോട്ട് ഓഫ് നോൺ ഹൈജീനിക് ഫുഡ്സ് ആൻഡ് അതുകൊണ്ടാണ് സ്റ്റോൺസ് വരുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ ദർസ് ഇംബാലൻസ് ഇൻ ഡയറ്റിൻ്റെ ഇംബാലൻസും ഹൈഡ്രേഷൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്തിൽ ചില ലവണാംശങ്ങൾ കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് ഈ ഉത്പാദനം കൂടുതലാകുന്ന സമയത്തിൽ ആൻഡ് വെൻ ദർസ് ആൻ ഹൈഡ്രേഷൻ ഇസ് ലെസ്, ടു മച്ച് ഓഫ് ദിസ് ഈ മിനറൽസ് യൂറിനിൽ ഫിൽട്ടർ ആയിട്ട് പോകും. ഇറ്റ്സ് ആർ കോൾഡ് സ്റ്റോൺ ഫോമേഴ്സ്. കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് ഈ മിനറൽസാണ് സ്റ്റോൺ ഉണ്ടാക്കുന്നത്. അതിന് കൂടെ വെള്ളത്തിനംശം കുറവാകുന്ന സമയത്തിൽ ദോസ് ഗെറ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഫോംസ് എ സ്റ്റോൺ. ഇനീഷ്യൽ ഫേസിൽ കിഡ്നിൻ്റെ ഉൾഭാഗത്തിൽ തുടങ്ങുന്ന പോയിന്റ്സ് പറയും റാൻഡാസ് പ്ലാക്സ് എന്ന് പറയും. അതിൻ്റെ മുകളിൽ ഈ കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് തത്വങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ട് ഐദർ ഇറ്റ് ക്യാൻ ബി യൂറിക് ആസിഡ് സ്റ്റോൺ, കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ, കാൽഷ്യം മോണോഹൈഡ്രേറ്റ് സ്റ്റോൺസ്, ഇറ്റ് ക്യാൻ ബി വേരിയസ് കൈൻഡ് ഓഫ് സ്റ്റോൺസ് ഫോംസ് ദാറ്റ്. ഇനീഷ്യൽ ഫേസിൽ ഒരു 1-2 mm സ്റ്റോൺസ് ആയിട്ടാണ് ആദ്യം തുടങ്ങുന്നത് റാൻഡസ് പ്ലാക്സിന് മുകളിൽ. അത് ഇൻക്രീസ് ഇൻ സൈസായിട്ട് സ്റ്റോൺ ഫോം ആയിട്ട് അതിൻ്റെ ട്യൂബിലേക്ക് ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. സിംറ്റംസ് പറഞ്ഞാൽ ഇപ്പോൾ റൂട്ടീനായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു സിംറ്റംസ് ആയിരിക്കും പെയിൻ. ഈ സ്റ്റോൺ പെയിൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനോളജിയിൽ ഡിസ്ക്രൈബ് ആക്കിയിട്ടുള്ള കോലിക്കി പെയിനാണ്. ഒരു കോലിക്കി പെയിൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം സീവിയർ എന്ന് പറഞ്ഞാൽ ആ പെയിൻ ടോളറേറ്റ് ആക്കാൻ പറ്റൂല, പെയിൻ ഇഞ്ചെക്ഷൻസ് എടുക്കാതെ കുറവാവില്ല. ലേഡീസിന് ഈ പെയിൻ്റെ കമ്പയർ ചെയ്യുന്നത് ഒരു ഡെലിവറി പെയിൻ എന്നാണ്. ഓക്കെ, യുറേട്രിക് കോളിക് എന്ന് പറഞ്ഞ പെയിൻ്റെ ഇതിന് ഏത് പേഷ്യൻസിനാണ് ഈ സ്റ്റോൺ പെയിൻ വരുന്നത്? വെൻ ദി സ്റ്റോൺ കംസ് ആൻഡ് ബ്ലോക്സ് ഇൻ ദി യുറേറ്റർ. ഈ ട്യൂബ്, യുറേറ്റർ എന്ന് പറഞ്ഞാൽ കിഡ്നിൻ്റെ മൂത്രസഞ്ചിലേക്ക് വരുന്ന ട്യൂബ് എന്നാണ് യുറേറ്റർ എന്ന് പറയുന്നത്. ആ ട്യൂബിലേക്ക് ഒരു കല്ല് വന്നിട്ട് ബ്ലോക്കായി കഴിയുമ്പോഴാണ് ഈ യുറേട്രിക് കോളിക് സീവിയർ പെയിൻ വരുന്നത്. അതിൻ്റെ അതല്ലാതെ യൂറിനിൽ ഹെമച്യൂരിയ ബ്ലഡ് ഉണ്ടാവാം, മൂത്രം ഒഴിക്കുന്ന സമയത്തിൽ പെയിൻ ഉണ്ടാവാം. ഇൻ കേസ് ദി സ്റ്റോൺ ഈസ് ഡൗൺ ഇൻ ദി ബ്ലാഡർ. കിഡ്നിൻ്റെ ഉൾഭാഗത്തിൻ്റെ സ്റ്റോൺസ് ചിലപ്പോൾ എത്ര വലിയ സൈസായാലും പെയിൻ ഇല്ലാതിരിക്കാം. ഉദ്ദേശിക്കുന്ന സിംറ്റംസ്, കിഡ്നി സ്റ്റോണിൻ്റെ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടീനായിട്ടുള്ള പെയിൻ വരുന്നത് ഈ ട്യൂബിലേക്ക് ബ്ലോക്ക് ആണെന്ന് കൊണ്ടിട്ടാണ്. കിഡ്നിൻ്റെ ഉൾഭാഗത്തിൻ്റെ സ്റ്റോൺസ് ചിലപ്പോൾ സിംറ്റംസ് ഇല്ലാതിരിക്കാം. മൂത്രത്തിൽ ബ്ലഡായിട്ട് കാണാം, മൂത്രം വയ്ക്കുന്ന സമയത്തിൽ പെയിൻ. ഇൻ കേസ് ദ സ്റ്റോൺ ഈസ് ഡൗൺ ഇൻ ദി ബ്ലാഡർ, you can have a severe pain while passing the urine. In case kidney gets obstructed, some people can have a fever. ഈ ഒബ്സ്ട്രക്ഷൻ കിഡ്നിൻ്റെ ട്യൂബ് ബ്ലോക്ക് ആയിട്ട് യൂറിൻ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ചില പേഷ്യൻസ് ഫീവറും ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. These are the common symptoms. There's 2 different clinical scenarios. ഈ obstructive pains-ന് patients will be suffering and will be stone കൊണ്ടിട്ട് പഠിച്ചു പോകുന്ന പെയിൻ്റെ ഇതിൽ they'll be tossing from the bed ആണെന്ന് പറയുന്നത്. പറഞ്ഞാൽ പെയിൻ കൊണ്ട് ഒരു സ്ഥലത്തിൽ നിൽക്കാൻ പറ്റൂല. ഈ അപ്പൻഡിക്സിൻ്റെ പെയിൻ്റെ ഇതിൽ പേഷ്യൻസ് won't move from the bed. And there's a total different clinical scenarios. Definitely, I mean, clinicians will be able to differentiate that, but typically ureteric colic pain will be very severe pain compared to the both pain can be same, but in appendicitis pain the patient won't move from the bed. While moving they're going to get the more pain, but ureteric colic pains it will be like, they'll try to relieve the pain by running here, around the corner.